ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും പൊന്നു ഗുരുവായൂരപ്പനായിട്ട് കണ്ട് മനസ്സുകൊണ്ട് നമസ്കരിക്കുന്നു. അഖിലം മധുരം എന്ന നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈശാഖ മാസമാണിത് അല്ലേ? മാധവമാസം. പൊന്നു ഗുരുവായൂരപ്പൻ ശ്രീമൻ നാരായണൻ, ആ സത്യനാരായണ മൂർത്തിയായിട്ടുള്ള ആ വൈകുണ്ഠാധിപതിയായിട്ടുള്ള പൊന്നു ഗുരുവായൂരപ്പൻ, ആ ശ്രീകൃഷ്ണ പരമാത്മാവ്, അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട മാസമാണ് വൈശാഖ മാസം അല്ലേ? നമുക്കെല്ലാം അറിയാം. അദ്ദേഹം ലക്ഷ്മി സമേതനായിട്ട് സദാ ഭൂമിയിൽ ഉണ്ടാകുമെന്നാണ് നമ്മുടെ വിശ്വാസം. അങ്ങനെയുള്ള ആ വൈശാഖ മാസം, ഈ വർഷത്തെ വൈശാഖ മാസം മെയ് 26 അവസാനിക്കുകയാണ് അല്ലേ? ആ ഭഗവാന് ആ പ്രിയപ്പെട്ട മാസം. എന്തുകൊണ്ടാണ് ആ ഭഗവാൻ ഇത്ര പ്രിയപ്പെട്ട മാസമായത്? നമുക്കറിയാം, പ്രാചീന കാലം തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ അല്ലേ, ആ ഭഗവാന്റെ ആ ഭക്തർ, ശരിക്കും ഭക്തർ എന്ന് പറയുന്നതിനേക്കാളും നല്ലത് ഭഗവാന്റെ പ്രിയപ്പെട്ടവർ എന്ന് പറയുന്നതല്ലേ? ഭക്തൻ അല്ലെങ്കിൽ ഭക്ത എന്ന് തീരുമാനിക്കേണ്ടത് ആരാണ്? നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനല്ലേ? ആ ഭഗവാനല്ലേ? ആ പൊന്നു ഗുരുവായൂരപ്പനല്ലേ? അദ്ദേഹമല്ലേ തീരുമാനിക്കേണ്ടുന്നത് നമ്മൾ ഭക്തനാണോ അല്ലെങ്കിൽ ഭക്തയാണോ എന്ന്? നമ്മളെല്ലാം ആ ഭഗവാനെ അഗമ്യമായിട്ട് സ്നേഹിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ ഭഗവാനെ സന്തോഷിപ്പിക്കാനായിട്ട് പണ്ട് കാലം മുതൽക്കേ നമ്മൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാറുണ്ട് അല്ലേ? അപ്പോൾ അദ്ദേഹം എന്തു ചെയ്യും? അദ്ദേഹം സന്തോഷിക്കും. അപ്പോൾ അദ്ദേഹത്തിനെ സന്തോഷിപ്പിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് നമുക്കറിയില്ല. അപ്പോൾ അത് കണ്ടിട്ട് ഭഗവാൻ സന്തോഷിക്കും. ആ ഭഗവാൻ സന്തോഷിക്കുമ്പോൾ ആ സന്തോഷം ആ ഭക്തരിലേക്ക് അങ്ങോട്ട് കിട്ടും. അപ്പോൾ ഭക്തൻ്റെ ആ സന്തോഷം കണ്ടിട്ട് ഭഗവാൻ കൂടുതൽ സന്തോഷിക്കും അത്രേ. അപ്പോൾ നമ്മൾ സന്തോഷിക്കുമ്പോൾ ആ ഭഗവാൻ 10 മടങ്ങ് സന്തോഷിക്കുമ്പോൾ ഭഗവാൻ ആ കാലത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കും. തൻ്റെ ഭക്തർ തന്നെ സ്നേഹിക്കാനായിട്ട്, തന്നെ കാണാനായിട്ട് മാത്രം വരണു എന്ന് പറഞ്ഞിട്ട് ആ ഒരു കാലത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കും. അങ്ങനെയുള്ളൊരു മാസമാണ് വൈശാഖ മാസം. ആ ഭഗവാൻ തന്നെ സ്നേഹിക്കുന്ന ആ ഭക്തരെ കാത്തിരിക്കുന്ന മാസം. ആ ഗുരുവായൂരിൽ, ആ ഗുരുഭവനപുരയിൽ വൈശാഖ മാസത്തിൽ ഭഗവാന്റെ പ്രിയപ്പെട്ടവർ എങ്ങനെ എത്തും അല്ലേ ഭഗവാനെ കാണാനായിട്ട്? അപ്പോൾ തന്നെ കാണാൻ വേണ്ടിയിട്ട് തൻ്റെ പ്രിയപ്പെട്ടവർ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ കാത്തിരിക്കുകയാണ്. അങ്ങനെയല്ലേ നമുക്ക് പ്രിയപ്പെട്ട ആ ദിവസങ്ങളിൽ, നമ്മുടെ പിറന്നാൾ, അല്ലെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് ജോലി കിട്ടിയത്, നമ്മുടെ വിവാഹം നടന്നത്, അതല്ലെങ്കിൽ ആദ്യമായിട്ട് കുഞ്ഞുണ്ടായത്, നമുക്ക് സ്വന്തമായിട്ടൊരു ഭവനമൊക്കെ ഉണ്ടായത്, അങ്ങനെയൊക്കെയുള്ള ആ ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും? കൂടുതൽ ആ ദിവസങ്ങൾ വരുമ്പോൾ നമ്മൾ കൂടുതൽ സന്തോഷകരായിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് ആ ദിവസം നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ കിട്ടുമ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആ സന്തോഷകരമായിട്ടുള്ളൊരു ദിവസത്തിന് വേണ്ടിയിട്ട് ആ തൻ്റെ ഭക്തർ, തന്നെ സ്നേഹിക്കുന്ന, തൻ്റെ പ്രിയപ്പെട്ടവർ തന്നെ മാത്രം കാണാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ കാത്തിരിക്കുന്നൊരു മാസമാണ് വൈശാഖ മാസം. അങ്ങനെയുള്ള ഒരു പുണ്യമാസം, ആ ശ്രേഷ്ഠമായിട്ടുള്ളൊരു മാസം അവസാനിക്കാനായിട്ട് വളരെ കുറച്ച് ദിവസങ്ങളും കൂടി മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ആ വൈശാഖ മാസത്തിൽ ഭഗവാനെ ആ ഗുരുവായൂർ
ആ ഗുരുവായൂരപ്പനെ പോയി കാണാൻ, ആ ഭഗവാനെ ദർശിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി ഈ വർഷം. അവിടെ വെച്ചിട്ട് ആ പൊന്നു ഗുരുവായൂരപ്പൻ അതിമധുരമായിട്ടുള്ള, മധുരതരമായിട്ടുള്ള, മനസ്സ് കണ്ട് അങ്ങോട്ട് പറയാൻ നമുക്ക് അത്രയ്ക്കും മധുരതരമായിട്ടുള്ള ഒരു അനുഭവം അദ്ദേഹം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, എല്ലാവർക്കും ഭഗവാൻ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ അദ്ദേഹത്തിന് കാണാൻ ചെല്ലുമ്പോൾ നമുക്ക് വേണ്ടി കരുതിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ കുഞ്ഞു കുഞ്ഞു വളപ്പൊട്ടുകൾ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാനായിട്ട്, നീ എന്നെ കാണാൻ വന്നില്ലേ, നീ വന്നത് ഞാൻ കണ്ടു കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ഓരോ അനുഭവങ്ങൾ നമുക്ക് തരാറുണ്ട് അല്ലേ, എല്ലാവർക്കും തരാറുണ്ട്. ചില അനുഭവങ്ങൾ അദ്ദേഹം പറയും, അത് നീ പറയേ എന്ന് അദ്ദേഹം പറയാറുണ്ട്. പക്ഷെ ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് അത് ആരോടും പറയണത് ഇഷ്ടമല്ല. അപ്പോൾ ചിലപ്പോൾ പറയും, അത് നീ പറയേ, എന്നിലേക്ക് എത്താനായിട്ട് ഇങ്ങനെ ഇരിക്കണ കുറച്ച് ആൾക്കാരുണ്ട്, അവരിങ്ങോട്ട് വരണോ അങ്ങോട്ട് പോകണമെന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ട്, അവർ എന്നിലേക്ക് വരട്ടെ. അപ്പോൾ അങ്ങനെയുള്ള മധുരതരമായിട്ടുള്ളൊരു അനുഭവം അദ്ദേഹം തന്നു. ഒരു പക്ഷേ നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു അനുഭവം അദ്ദേഹം തന്നിട്ടുണ്ടാകും. ആ മധുരതരമായിട്ടുള്ള അനുഭവം ആ ഭഗവാന്റെ പ്രിയപ്പെട്ടവർക്കായിട്ട് പങ്കുവയ്ക്കാമെന്ന് ഞാനിങ്ങനെ കരുതുകയാണ്. അപ്പോൾ നമ്മുടെ ആ പുതിയ യൂട്യൂബ് ചാനൽ, ഈ ചാനലിൽ ആ ഭഗവാന്റെ ആ മധുരതരമായിട്ടുള്ള അനുഭവത്തിലൂടെ നമുക്ക് ഈ ചാനൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സമർപ്പിക്കുകയാണ്. ഹരേ കൃഷ്ണ. ഭഗവാൻ പൊന്നു ഗുരുവായൂരപ്പൻ അദ്ദേഹം തന്ന ആ മധുരതരമായിട്ടുള്ള അനുഭവം കേൾക്കുന്നതിന് മുന്നേ ചെറിയൊരു കഥ പറയാം. അത് കേട്ടിട്ട് ഇത് കേൾക്കുമ്പോഴാണ് അതിൻ്റെ മാധുര്യം ഇരട്ടിക്കണത്. ശരിക്കും വളരെ കുറച്ച് വർഷങ്ങളായിട്ടേ ഉള്ളൂ ശ്രീകൃഷ്ണൻ, ആ ശ്രീകൃഷ്ണ പരമാത്മാവ്, അദ്ദേഹം ആരാണ്, ആ പരബ്രഹ്മത്തെ മനസ്സിലാക്കാനും അദ്ദേഹത്തിനോട് അഗമ്യമായിട്ടുള്ളൊരു ഇഷ്ടം തോന്നുന്നതും വളരെ കുറച്ച് വർഷങ്ങളായിട്ടേ ഉള്ളൂ. അതിനു മുന്നേ എനിക്ക് ശരിക്കും ആ കുട്ടിക്കാലം തൊട്ടേ ശ്രീകൃഷ്ണൻ എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു ഭഗവാൻ എന്നൊരു സങ്കല്പമില്ല. കൃഷ്ണനും രാധയും ഒരു മനുഷ്യജന്മം, ഭഗവാന്റെ പ്രണയിനി രാധ, ഒരു പ്രണയ ജോഡികൾ. അതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോകുമ്പോൾ എനിക്കങ്ങോട്ട് ഭക്തി ഉണ്ടാകാറില്ല. ഒരു പക്ഷേ ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടെ ഒരു ശ്രീകൃഷ്ണൻ്റെ പ്രതിഷ്ഠയുണ്ടെങ്കിൽ ഞാൻ അവിടെ പെട്ടെന്ന് തൊഴുതിങ്ങിറങ്ങും. അവിടെ എനിക്ക് ഇങ്ങോട്ട് ഭക്തി ഇങ്ങോട്ട് വരാറേയില്ല. അങ്ങനെയുള്ള ഞാൻ ഒരു പക്ഷേ പൂർവജന്മത്തിൽ എൻ്റെ ഇഷ്ടദേവൻ ആ പൊന്നുണ്ണിക്കണ്ണനായിരുന്നിരിക്കും. അദ്ദേഹത്തെ വർഷങ്ങൾക്ക് ശേഷം ഇത്രയധികം പ്രായമായിട്ടുണ്ട്, മക്കളൊക്കെ കുറച്ചധികം വലുതായിട്ടുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ അത്രയും സമയം എടുക്കേണ്ടി വന്നു പൊന്നുണ്ണിക്കണ്ണനെ മനസ്സിലാക്കാൻ. അങ്ങനെയാണ് ആ ഭഗവാനിലേക്ക് വരാൻ ചെറിയൊരു സമയം മതി. അദ്ദേഹം തീരുമാനിക്കും. അദ്ദേഹം തീരുമാനിക്കുന്ന സമയത്ത് നമ്മളെല്ലാം ഭഗവാന്റെ അടുത്തെത്തും. അങ്ങനെ ഭഗവാന്റെ കഥകൾ കേട്ടിട്ടാണ് ആ ഭഗവാനിലേക്കുള്ളൊരിഷ്ടം അങ്ങോട്ട് ഉണ്ടാകുന്നത്. ആ ഭക്തപ്രഹ്ലാദൻ തൻ്റെ സഹപാഠികൾക്ക് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ ആ ഭക്തിയുടെ നവഭാവങ്ങൾ. അതിൻ്റെ ആദ്യത്തെ ഭാവം ശ്രവണം. എന്താണ്? ഭഗവാന്റെ കഥകൾ നിരന്തരം കേൾക്കുക. അങ്ങനെ ഭഗവാന്റെ കഥകൾ നിരന്തരം കേട്ടിട്ട്, ഒരു പക്ഷേ ഞാൻ ആദ്യം കേൾക്കണത് കുറൂരമ്മയുടെ കഥയാണ്. അതുകൊണ്ടാവാം ഒരു മാതൃവാത്സല്യം
ഉണ്ണിക്കണ്ണനോട് എനിക്ക് തോന്നി തുടങ്ങിയത്. അങ്ങനെ ഭഗവാന്റെ കഥകൾ കേട്ട് ഒന്നും അറിയില്ല. ശരിക്കും ഗുരുവായൂർ ക്ഷേത്രം എന്നുള്ളതിൻ്റെ പ്രാധാന്യവും ആ ക്ഷേത്രം എവിടെ ഒന്നും അറിയില്ല. കുട്ടിക്കാലത്ത് എപ്പോഴോ പോയിട്ടുള്ളതായിട്ട് ചെറിയ ഒരു ഓർമ്മയുണ്ട്. ഒക്കെ സാധ്യമായത് ഈ അടുത്ത കാലത്താണ്. ആ ഭഗവാൻ വിചാരിക്കണല്ലേ. അങ്ങനെ ഒരു ഏകാദശി, ഗുരുവായൂർ ഏകാദശിക്കാണ് ഒരു 4 വർഷം മുന്നേ ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തണത്. അന്ന് തൊട്ട് ഭഗവാന്റെ അടുത്ത് എപ്പോൾ ചെന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു മനസ്സിൽ നീ വന്നത് ഞാൻ കണ്ടു കേട്ടോ, ഞാൻ അറിഞ്ഞു കേട്ടോ എന്ന് ഭഗവാൻ ബോധിപ്പിക്കാനായിട്ട് ഏതെങ്കിലുമൊക്കെ വളപ്പൊട്ടുകൾ തരാറുണ്ട് ഓരോ പ്രാവശ്യവും. നമുക്കെല്ലാം തരാറുണ്ട് അല്ലേ. അത്രയ്ക്ക് എന്താണ് വാത്സല്യമാണ് അദ്ദേഹത്തിന് ഭക്തരോട്. ഭക്തപ്രിയനാണല്ലേ, ഭക്തൻ്റെ ദാസനല്ലേ ഗുരുവായൂരപ്പൻ മാത്രമല്ല, നമ്മൾ വിളിക്കുന്ന എല്ലാ ദൈവങ്ങളും, എല്ലാ ചൈതന്യവും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഏത് ഭാവത്തിൽ വിളിച്ചാലും എല്ലാം ഒന്ന് തന്നെയാണ് ആ പരബ്രഹ്മം അല്ലേ. ആ ഒരു തത്വം മനസ്സിലാക്കാൻ എത്രയോ വർഷം വേണ്ടി വന്നു എനിക്ക്. അങ്ങനെ ആ ഭഗവാനെക്കുറിച്ച് കുറച്ചധികം മനസ്സിലാക്കാനും നാരായണി എന്തെന്നറിയാനും ഭാഗവതം എന്തെന്നറിയാനും ഗീത ഒക്കെ പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷേ അതിൻ്റെ കുറച്ചൊക്കെ ഭാഗങ്ങളൊക്കെ മനസ്സിലാക്കി ഗുരുവായൂരപ്പനായിട്ട് തന്നെ മനസ്സിലാക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ അദ്ദേഹം തന്നെ ഒരുക്കി തരികയാണ്. അങ്ങനെ കുഞ്ഞു ഭഗവാന്റെ കഥകളൊക്കെ പറയാനുള്ളൊരു ഭാഗ്യം ഭഗവാൻ തന്നു. ഒന്നുമല്ല ഇതൊക്കെ ഭഗവാൻ, നമുക്കൊന്നും അറിയില്ല. ആ ഭഗവാൻ ഇങ്ങനെ നമ്മുടെ മനസ്സിൽ വന്നിട്ട് ഇങ്ങനെ പറയുന്നതാണ് അല്ലേ. അങ്ങനെ ഭഗവാന്റെ കുഞ്ഞു കഥകൾ പറയുന്നു. ഈ അടുത്ത കുറച്ച് മാസങ്ങളായിട്ടേ ഉള്ളൂ ഞാൻ താമസിക്കുന്ന അടുത്തൊരു ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിലൂടെയാണ്, അവിടെ പോയിട്ടാണ് ഉണ്ണിക്കണ്ണനെ ഇങ്ങനെ മനസ്സിലാക്കുന്നത്. അവിടെ ചെറിയൊരു ആധ്യാത്മിക പ്രഭാഷണം എന്നൊന്നും പറയാൻ പറ്റില്ല. ഉണ്ണിക്കണ്ണൻ്റെയും യശോദാമ്മയുടെയും കഥകൾ പറയാനായിട്ടുള്ളൊരു ഭാഗ്യം ഭഗവാൻ തന്നു. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഒരുപാട് പേര് പറഞ്ഞ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമെന്ന്. അപ്പോൾ എനിക്ക് അങ്ങനെയുള്ള ഒരു ഐഡിയ ഇല്ല. കാരണം എനിക്കിങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതിൻ്റെ സാങ്കേതികപരമായിട്ടുള്ള കാര്യങ്ങളോ അതല്ലെങ്കിൽ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല ഞാൻ. അപ്പോൾ നിരന്തരം ഓരോരുത്തരും പറയും ഒരു ചാനൽ തുടങ്ങൂ, കഥകളൊക്കെ പറയൂ, ഭഗവാന്റെ കഥകളൊക്കെ പറയൂ എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ എനിക്കിത് കേൾക്കുമ്പോൾ എന്താ പറയണത്, എനിക്കതിനുള്ള കഴിവൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉണ്ണീൻ്റെ അടുത്ത് പറയും, ഉണ്ണി ആരൊക്കെയോ പറയണുണ്ട് ഇങ്ങനെയൊക്കെ. അപ്പോൾ രാധാദേവി അടുത്ത് പറയും, അമ്മേ നീ ഇതൊക്കെ കേൾക്കണല്ലേ, എനിക്കതിനുള്ള കഴിവൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തു ചെയ്യും, അതൊക്കെ കേൾക്കുമ്പോൾ ഞാനിങ്ങനെ ഒക്കെ സമയമാവട്ടെ, ഭഗവാൻ അതിനുള്ളൊരു സമയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് സാധ്യമാകും എന്നിങ്ങനെ പറഞ്ഞൊഴിയുകയാണ്. അങ്ങനെ വൈശാഖമാസം, ഈ വർഷത്തെ വൈശാഖമാസം വന്നു. വീണ്ടും ഇതുപോലുള്ള ഓരോരുത്തരുടെ ആ സ്നേഹം കണ്ടാണ്, എന്നോടുള്ള സ്നേഹമല്ല, ഉണ്ണിക്കണ്ണനോടുള്ള സ്നേഹം, ആ രാധാദേവിയോടുള്ള സ്നേഹം കണ്ടാണ് അവരത് പറയുന്നത്. എന്നിലോട് ആ ഭഗവാനെ കണ്ടിട്ടാണ് പറയുന്നത്. എന്താ ഇങ്ങനെ തുടങ്ങാനത്തെ താമസം, ജസ്റ്റ് തുടങ്ങൂ, അത് എത്ര പേര് കാണണ്ടോ എന്നുള്ളതൊന്നും ചിന്തിക്കേണ്ട, ചുമ്മാ ഒന്ന് തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ഭഗവാന്റെ അടുത്ത് പറഞ്ഞു, എന്താ ഉണ്ണി ഇങ്ങനെ പറയണുണ്ടല്ലോ, തുടങ്ങണോ എന്നിങ്ങനെ ചോദിച്ചു. രാധാദേവിയോട് ചോദിച്ചു, അമ്മേ എന്തായി പറയണത്, തുടങ്ങണോ നമുക്ക്, എനിക്കൊന്നും അറിയില്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഉണ്ണിക്കണ്ണ ഇങ്ങനെ ഇങ്ങനെ ചിരിയുണ്ടല്ലോ, എന്ത് പറഞ്ഞാലും ആ ചിരിച്ചുകൊണ്ടിരിക്കണ്ടല്ലോ, ഒരു കള്ളച്ചിരിയായിട്ട്. അപ്പം അമ്മയുടെ മുഖത്ത് ഇങ്ങനെ ഉണ്ട്, അമ്മയുടെ മുഖത്ത് എന്താണ് ആ സ്നേഹം, വാത്സല്യത്തോടുള്ള സ്നേഹമാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, തുടങ്ങുമെന്ന് പറഞ്ഞു.
അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, തുടങ്ങാനൊക്കെ പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ എന്താണാവോ പറയുക, എന്ത് പറഞ്ഞിട്ടാണ് തുടങ്ങുക? വൈശാഖ മാസമാണെങ്കിൽ തുടങ്ങി. അപ്പോൾ വൈശാഖ മാസത്തെക്കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ ധാരാളം പേര് അതിമനോഹരമായിട്ട് വൈശാഖ മാസത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ എന്താണാവോ ഇതിനകത്ത് പറയാനുള്ളത് എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് സാധിക്കണില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്നും നടക്കത്തില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ ആ ഒരു ആഗ്രഹം മനസ്സിൽ നിന്ന് അങ്ങോട്ട് പോയി, അങ്ങോട്ട് മാറ്റിവെച്ചു. ഇതൊന്നും ശരിയാവണില്ല എന്ന് പറഞ്ഞ് മാറ്റിവെച്ചു. അങ്ങനെ ഈ വൈശാഖ മാസത്തിൽ കഴിഞ്ഞ വർഷവും ഇപ്പം നിരന്തരമായിട്ട് ഭഗവാന്റെ പ്രിയപ്പെട്ട സമയങ്ങളിലൊക്കെ ഭഗവാനെ കാണാൻ വരാനുള്ള ഭാഗ്യം പൊന്നുഗുരുവായൂരപ്പൻ തരണുണ്ട്. അപ്പോൾ ഈ വൈശാഖ മാസത്തിലും നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനെ വന്ന് കാണാനുള്ള ഭാഗ്യം ഭഗവാൻ തന്നു. അപ്പോൾ സാധാരണ ഗുരുവായൂർ വരുന്നത് നിങ്ങളുടെ ഫാമിലി ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഈ വൈശാഖ മാസത്തിൽ അങ്ങനെയല്ല, കുറച്ച് സുഹൃത്തുക്കളുമായിട്ടാണ് വന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സാധാരണ വരുമ്പോൾ പടിഞ്ഞാറേ നടയിൽ വരും, സ്ഥിരമായിട്ട് എടുക്കുന്ന ഒരു റൂമുണ്ട്. അപ്പോൾ അവിടെ വരും, ദേഹശുദ്ധിയൊക്കെ വരുത്തിയിട്ട് ഉണ്ണി വന്ന് കാണുകയാണ് പതിവ്. അപ്പോൾ അതിന് വിപരീതമായിട്ട് ഇപ്രാവശ്യം ഞങ്ങൾ കിഴക്കേ നട വഴിയാണ് വന്നത്. അപ്പോൾ ഇപ്രാവശ്യം ട്രെയിനിലാണ് വന്നത്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ തന്നെ ഒരു പരിചയമുള്ളൊരു ഫാമിലിയെ കണ്ടു. അപ്പോൾ അവർ ഞങ്ങളെ കിഴക്കേ നടയിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നു. അപ്പോൾ കിഴക്കേ നടയിലെത്തിയപ്പോൾ എന്തായാലും പൊന്നുണ്ണി അമ്പലത്തിൻ്റെ മുന്നിലെത്തിയല്ലോ. അവിടെ വന്നാൽ പിന്നെ നമ്മൾ ശുദ്ധാശുദ്ധങ്ങൾ എന്തെങ്കിലും നോക്കുമോ? അപ്പം മുഷിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് മുഷിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ട്രെയിനിൽ ഇപ്പോൾ മണിക്കൂറുകളോളം യാത്ര ചെയ്തിട്ട് വന്നുകൊണ്ട് നിറയെ മുഷിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നാലും അവിടെ എത്തിക്കഴിഞ്ഞാൽ ഉണ്ണി കാണാതെ നമുക്ക് പോകാൻ സാധിക്കുമോ? അപ്പോൾ ഞങ്ങൾ ആ ക്ഷേത്രത്തിലേക്ക് വന്നപ്പോൾ എന്താണ്, അവസാനത്തെ ക്യൂബ് ഇങ്ങനെ കടന്നു പോവുകയാണ്. അപ്പം ക്ഷേത്രം അടയ്ക്കേണ്ട സമയമായിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞു ആ കിഴക്കേ നട വഴി എന്തായാലും തെക്കേ നടയിൽ വന്നിട്ട് അതുവഴി പടിഞ്ഞാറ് നടയിലേക്ക് പോകാം. അപ്പോൾ പടിഞ്ഞാറേ നടയിൽ അടുത്തിട്ടാണ് നമ്മളൊരു റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ തെക്കേ നടയിൽ വന്നു. അപ്പോൾ തെക്കേ നടയിൽ വന്നപ്പം ആ പാൽപ്പായസത്തിൻ്റെ നീണ്ട ക്യൂ. അപ്പം കൂടെ വന്നിട്ടുള്ള ഒരു സുഹൃത്താണെങ്കിൽ ഒരുപാട് വർഷങ്ങളായി ഗുരുവായൂരപ്പനെ കണ്ടിട്ട്, വർഷങ്ങൾക്ക് ശേഷം വരികയാണ്. അപ്പം ക്ഷേത്രത്തിൻ്റെ ഭാഗത്ത് വന്നിട്ടൊന്നും ഓർമ്മ കൂടിയില്ല. അപ്പോൾ പാൽപ്പായസം കണ്ടപ്പം കലശമായിട്ടുള്ള ആഗ്രഹം പാൽപ്പായസം കഴിക്കണമെന്ന്. അപ്പോൾ എൻ്റെ സുഹൃത്ത് എന്ത് ചെയ്ത് പെട്ടെന്ന് ക്യൂവിൽ കയറി നിന്നു. പക്ഷേ എന്തോ പൊന്നുണ്ണിക്കണ്ണൻ എന്താണ് അദ്ദേഹം കരുതിയിട്ടുണ്ടെന്ന് അറിയില്ല. നിർഭാഗ്യവശാൽ നമ്മുടെ സുഹൃത്ത് എത്തുന്നതിന് ഒരു 3-4 ആൾക്ക് മുന്നേ വെച്ചിട്ട് ക്യൂ അത് ഷീട്ടാക്കാൻ സാധിക്കില്ല, കൗണ്ടർ ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്ക് പാൽപ്പായസം അപ്പോൾ നമുക്ക് ഷീട്ടാക്കാൻ സാധിക്കില്ല. അപ്പോൾ കൂടെ വന്ന സുഹൃത്തിന് വളരെ വിഷമമായി, നന്നായിട്ടങ്ങ് വിഷമമായി. എനിക്കും പാൽപ്പായസം കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. ഉണ്ണിക്കണ്ണൻ്റെ പാൽപ്പായസം കഴിക്കാൻ, ഗുരുവായൂരപ്പൻ്റെ പാൽപ്പായസം കഴിക്കാൻ ആർക്കാണ് ആഗ്രഹമില്ലാത്തത്? അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, നോക്കട്ടെ എവിടെ നിന്നെങ്കിലും കുറച്ച് പാൽപ്പായസം സംഘടിപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കിയപ്പം അടുത്ത് ഒരു ഫാമിലി അവർ കുറച്ച് പാൽപ്പായസം കയ്യിലുണ്ട്, അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ കുറച്ചടുത്തിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നോക്കിയപ്പം ചോദിച്ചില്ല, അവരിങ്ങോട്ട് തന്നെ പറഞ്ഞു പാൽപ്പായസം വേണോ എന്ന് ചോദിച്ചു. പക്ഷെ വളരെ കുറച്ച് പാൽപ്പായസം അവരുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്ന് വളരെ കുറച്ച് ഭാഗം നിങ്ങൾക്ക് തന്നു. പക്ഷെ ഞങ്ങൾക്കത് ഒന്നും വായിൽ വെച്ചിട്ട് രുചിക്കാൻ പോലും ഉണ്ടായിരുന്നില്ല, ചെറിയ ഭാഗം കുറച്ച് കിട്ടിയുള്ളൂ. അപ്പോൾ നമുക്ക് അതിങ്ങനെ ആസ്വദിച്ചപ്പോൾ കുറച്ചുകൂടി കഴിച്ചാൽ കൊള്ളാമെന്നൊരാഗ്രഹം. അപ്പം എന്നേക്കാളൊക്കെ കൂടുതൽ ആഗ്രഹം എൻ്റെ സുഹൃത്തിനാണ്. പറഞ്ഞ് എന്താ ഇപ്പോൾ ചെയ്യുക എന്ന് വിചാരിച്ചിട്ട് പാൽപ്പായസം കൊടുക്കുന്ന കൗണ്ടറിൻ്റെ അടുത്ത് വന്ന് നമുക്കിവിടെ ക്യാഷ് അടച്ചിട്ട് കിട്ടുമോ എന്ന് നോക്കാം. ഞാൻ പറഞ്ഞു ഇല്ല, ഷീട്ടാക്കണം പാൽപ്പായസം കിട്ടണമെങ്കിൽ എന്ന് പറഞ്ഞു. നമുക്കൊന്ന് ചോദിച്ച് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല, ഷീട്ടാക്കണം. ഇനിയിപ്പോൾ ഷീട്ടാക്കാൻ സാധിക്കില്ല, 4 മണിക്ക് ഇനി ഷീട്ടാക്കാൻ സാധിക്കും, നിങ്ങൾ 4 മണിക്ക് വരൂ, പാൽപ്പായസം തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നല്ല ചൂടുള്ള പാൽപ്പായസമാണ് ഉച്ചയ്ക്ക്. ആ ചൂട് പാൽപ്പായസത്തിന് ഭയങ്കര ടേസ്റ്റാണല്ലേ. അപ്പോൾ 4 മണിയാകുമ്പോഴത്തേക്ക് അതിൻ്റെ ചൂടൊക്കെ പോകുമല്ലോ, അപ്പോൾ ചൂടോടെ നമുക്കത് കഴിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഒരു കാര്യം ചെയ്യൂ, ഞാൻ നാലമ്പലത്തിൽ പോയിട്ട് അകത്ത് പോയിട്ട്
പോയിട്ട് അകത്ത് ഷീട്ടാക്കുന്ന സ്ഥലമുണ്ടല്ലോ, കൗണ്ടർ ഉണ്ടല്ലോ, അവിടെ എന്തെങ്കിലും നമുക്ക് തരാക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവരവിടെ നിർത്തിയിട്ട് ഞാൻ നാലമ്പലത്തിലേക്ക് കടന്നു. അവിടെ ചെന്നപ്പോൾ ഇല്ല, ഈ ഷീട്ടാക്കാൻ സാധിക്കില്ല, കൗണ്ടർ ക്ലോസ് ചെയ്തു, 4 മണിക്ക് സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ വന്നപ്പോൾ എന്തായാലും നാലമ്പലത്തിൽ കടന്നു. ഉണ്ണിക്കണ്ണ, ഞാനിങ്ങനെ ശുദ്ധിയൊന്നും ആയിട്ടില്ല, കുറച്ച് മുഷിഞ്ഞിട്ടൊക്കെയാണ്, എന്നാലും മനസ്സ് വിചാരിച്ചിട്ട് എന്തായാലും നാലമ്പലത്തിൽ വന്നല്ലോ, ഉണ്ണി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിങ്ങനെ കൊടിമരത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ സ്പീഡിൽ നടന്നു. അപ്പോൾ നടന്നപ്പോൾ നോക്കിയപ്പം അവസാനത്തെ ക്യൂവ് ഇപ്പോൾ പുറത്തുനിന്ന് ഇങ്ങനെ കടന്നു വരുമായിരുന്നല്ലോ, അതിങ്ങനെ അകത്തേക്ക്, ശ്രീലകത്തേക്ക് അവസാനത്തെ ക്യൂവ് ഇങ്ങനെ കടന്നു പോകുന്നു. അപ്പോൾ ഇങ്ങനെ വിചാരിച്ചു, ഈശ്വരാ ഭഗവാനെ, ഒന്ന് എനിക്കും കൂടെ അതിനകത്തൊന്ന് കയറാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നിങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ ആഗ്രഹിച്ചു. ഗുരുവായൂരപ്പം എന്താണിപ്പോൾ മാർഗം എന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കിയപ്പം കൊടിമരത്തിൻ്റെ ഫ്രണ്ടിൽ മുന്നിൽ നിറച്ച ആൾക്കാരിങ്ങനെ തിങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് ക്യൂബ് ഇങ്ങനെ കടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ കൊടിമരത്തിൽ നിന്ന് ആ ശ്രീലകത്തേക്ക് ഇങ്ങനെ പിന്നീട് ആളൊട്ടും ഇല്ലല്ലോ. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് നമുക്ക് കുറച്ച് നന്നായിട്ട് ഭഗവാനെ ദർശിക്കാൻ സാധിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ നിറച്ച് തിക്കും തിരക്കും. അപ്പോൾ എനിക്കാണെങ്കിൽ എൻ്റെ കൈയൊന്ന് വീണിട്ട് കൈയൊന്ന് പൊട്ടലുണ്ടായിരുന്നു. പ്ലാസ്റ്ററൊക്കെ എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഈ കൈ റെഡി ആയിട്ടില്ല, കൈക്ക് കുറച്ച് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് തിക്കി തിരക്കാൻ സാധിക്കില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഭഗവാൻ ആ കൊടിമരത്തിൻ്റെ ആ മഞ്ചാടിയൊക്കെ വെച്ചിരിക്കുന്ന ഭാഗമില്ലേ, അവിടെ VIP കയറുന്ന ഒരു ഗേറ്റ് ഉണ്ടല്ലോ, ആ കൊടിമരത്തിന് ചുറ്റും ഇങ്ങനെ കമ്പി ഇങ്ങനെ തിരിച്ചിട്ടുണ്ടല്ലോ, അവിടെ ഒരു ഗേറ്റ് ഉണ്ടല്ലോ. അപ്പോൾ അവിടെ പിടിച്ചിട്ട് ഞാനിങ്ങനെ നിന്നു. ഞാൻ വെച്ചിട്ട് കുറച്ച് സമയം ഇവിടെ നിന്നിട്ട് ഭഗവാന്റെ അടുത്ത് കുറച്ച് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാമെന്ന് വിചാരിച്ചു, ഉണ്ണിക്കണ്ണനോട് സംസാരിക്കാമെന്ന് വിചാരിച്ചു. സാധാരണ നമ്മൾ ആ ഗുരുവായൂർ വന്നാൽ അങ്ങനെയാണല്ലേ, നമ്മൾ ഗുരുവായൂർ വന്നു കഴിഞ്ഞാൽ ആ മണ്ണിലിങ്ങനെ കാല് കുത്തുമ്പോൾ തന്നെ നമുക്ക് എന്താണ്, ശരിക്കും കാല് കുത്തുന്നതിന് മുമ്പ് കൈ കുത്തണമെന്നാണ് നമുക്ക് ആഗ്രഹം വരുന്നത്. അപ്പോൾ തന്നെ ഗുരുവായൂരപ്പനെ അറിയാം നമ്മളിവിടെ വന്നു എന്ന് അല്ലേ. അവിടെ നിന്നിട്ട് നമ്മൾ സംസാരിച്ചിട്ടാണ് വരുന്നത് ഉണ്ണിയുടെ അടുത്ത് അല്ലേ, ഉണ്ണി ഇതാ വന്നിട്ടുണ്ട് കേട്ടോ എന്നിങ്ങനെ സംസാരിച്ചിട്ടാണ്. അപ്പോൾ ഞാനിങ്ങനെ ഉണ്ണിയുടെ അടുത്ത് ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് പറയാൻ തുടങ്ങി. അപ്പോൾ ഒരു വീൽ ചെയറിൽ ഒരു 10-20 വയസ്സുണ്ടാകും ഒരു മോള്. അപ്പോൾ ആ കുട്ടി ഇങ്ങനെ വീൽ ചെയറിൽ ഇങ്ങനെ വരികയാണ്. അവർ ഇതൊരു ബന്ധു ഇങ്ങനെ കൊണ്ടുവരണുണ്ട്. അപ്പോൾ ഞാൻ നിന്ന ആ ഗേറ്റ്, ആ VIP കയറുന്ന ഗേറ്റ് തുറന്നിട്ട് ആ കുട്ടി അങ്ങോട്ട് ആ വീൽ ചെയറോടുകൂടി അകത്തേക്ക് അങ്ങോട്ട് കടത്തിയിട്ട് ആ കൊടിമരത്തിനും നമ്മൾ ശ്രീലകത്തേക്ക് കയറുന്ന ആ വാതിലുണ്ടല്ലോ, അതിനിടയ്ക്കുള്ള ഭാഗത്ത് ആ വീൽ ചെയർ വെച്ച് അവിടെ ആ കുട്ടിയെ ഇങ്ങനെ ഇരുത്തി. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പം അവിടെ ഒന്നും ആരുമില്ല. ആ ശ്രീകോവിലും ശ്രീലകത്തിരിക്കുന്ന പൊന്നുണ്ണിക്കണ്ണനും ആ കുട്ടിക്ക് മുന്നിൽ ഒരു മറയും ഒരു തടസ്സവും ഇല്ല. കുട്ടി ഇങ്ങനെ ആരെ കാണുകയാണ്, പൊന്നു ഗുരുവായൂരപ്പൻ, ചക്രവർത്തിയായിട്ടുള്ള ആ പൊന്നു ഗുരുവായൂരപ്പൻ ഇങ്ങനെ കുട്ടി കാണുകയാണ്. അപ്പോൾ കുട്ടിയുടെ അടുത്ത് 1-2 സെക്യൂരിറ്റികളൊക്കെ ഉണ്ട്, ലേഡീസ് ഉണ്ട്, അതിൽ ജെൻസൊക്കെ ഉണ്ട്. ഞാൻ നിൽക്കുന്നതിനടുത്ത് ഒരു മോൻ, ഒരു 10-20 വയസ്സിട്ടുള്ള ഒരു മോൻ ഇങ്ങനെ ഒരു സെക്യൂരിറ്റി ഇങ്ങനെ ഗേറ്റിൻ്റെ അടുത്ത് ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. ആ കുട്ടിയാണ് ഗേറ്റ് തുറക്കണതും അടയ്ക്കണതും. അപ്പോൾ ഞാനിങ്ങനെ പിടിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ആ വീൽ ചെയറിൽ ഇരിക്കുന്ന ആ മോളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പുണ്യം, ഉണ്ണിക്കണ്ണനുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം ഞാനിങ്ങനെ ആ കുട്ടിയെ നോക്കുമ്പോൾ എനിക്ക് ഉണ്ണിയാണ് കാണണത്. ആ കുട്ടി ഉണ്ണിയെ കാണുമ്പോൾ ആ കുട്ടിയിലൂടെ ഞാനിങ്ങനെ ഉണ്ണിയെ കാണുകയാണ്. ഞാനിങ്ങനെ ആ കുട്ടിയെ ഇങ്ങനെ നമസ്കരിച്ചു കൊണ്ട് ഇങ്ങനെ നിന്നു. ഏറെ സമയം ആ കുട്ടി അവിടെ നിന്നു. എനിക്ക് തോന്നുന്നു ഒരു 10-15 മിനിറ്റോളം ആ കുട്ടി ഇങ്ങനെ നിന്നു. ഈ മതിയാവോളം ഉണ്ണിക്കണ്ണൻ്റെ അടുത്ത് എന്തൊക്കെയോ പറയുകയാണ്. എനിക്ക് തോന്നുന്നു ആ കുട്ടിയുടെ കണ്ണൊക്കെ നിറഞ്ഞ് തുളുമ്പുന്നുണ്ട്. എനിക്കാണെങ്കിൽ എൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞ് തുളുമ്പുകയാണ്. എനിക്കിങ്ങനെ ഉണ്ണിയെടുത്ത്, ഉണ്ണി നോക്കൂ എന്താ
ഭാഗ്യം നോക്കി. അപ്പം ഞാൻ നിന്നെ ഉണ്ണി ഞാൻ ഇങ്ങനെ കാണുന്നുണ്ട്, ആ കുട്ടിയിലൂടെ നിന്നെ കാണുന്നുണ്ട്, നമുക്ക് അങ്ങനെയുള്ളൊരു ഭാഗ്യമൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ വിചാരിച്ചു. നമ്മൾ VIP ഗേറ്റ് വഴി കടക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു നമുക്ക് നമ്മൾ സാധാരണക്കാരെ നമുക്ക് എന്താ അങ്ങനെയൊന്നും സാധിക്കില്ലല്ലോ എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചു. അപ്പോൾ ആ കുട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ മതിയായി എന്ന് അടുത്ത് നിൽക്കുന്ന ആ സെക്യൂരിറ്റിയോട് പറഞ്ഞു. അങ്ങനെ ആ കുട്ടി ഇങ്ങനെ കടത്തി ആ അടുത്ത് നിന്ന് ആ മോന് ആ മോന് അതങ്ങ് ഗേറ്റങ്ങ് ക്ലോസ് ചെയ്ത് അടച്ചു. ഞാൻ അവിടെ നിന്നിങ്ങനെ വിചാരിക്കണം, ഉണ്ണി എനിക്ക് നിന്നെ കാണണമെന്ന് ആഗ്രഹമുണ്ടല്ലോ, എന്താ ഇപ്പോൾ ചെയ്യുക, കിടക്കാൻ ഒരു മാർഗ്ഗമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം നോക്കിയപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഉദ്യോഗസ്ഥർ ഓരോരുത്തരായിട്ട് വരുന്നു. ആ കുട്ടി ഗേറ്റ് തുറക്കും, ഓരോരുത്തർ കയറും ഇറങ്ങും. അപ്പോൾ ഓരോരുത്തർ കയറുന്നു ഇറങ്ങുന്നു, ഒരു 4-5 ഉദ്യോഗസ്ഥരിങ്ങനെ വന്നു. ഓരോരുത്തരും കയറുമ്പോൾ ആ ഗേറ്റ് തുറക്കുമ്പോൾ ഞാൻ അവരെ ഇങ്ങനെ ദയനീയമായിട്ടിങ്ങനെ നോക്കും. എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടെങ്കിൽ ഒന്ന് അകത്തേക്ക് ഒന്ന് കടക്കാൻ സാധിച്ചു എങ്കിൽ എന്നാഗ്രഹിക്കും. അപ്പം ഞാൻ നോക്കിയപ്പം കൊടിമരത്തിൻ്റെ മുന്നിലുള്ള തിരക്കൊക്കെ കുറഞ്ഞു, അവിടെ തിരക്ക് കുറഞ്ഞു. അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോയിട്ട് ആ കൊടിമരത്തിൻ്റെ മുന്നിൽ നിന്നിട്ട് ഭഗവാനെ ദർശിക്കണമെന്നൊന്നും മനസ്സിൽ വരുന്നില്ല. എൻ്റെ മനസ്സിൽ ഈശ്വരാ ഗുരുവായൂരപ്പ, എനിക്കിങ്ങനെ ഈ ഗേറ്റ് വഴി ഒന്ന് അവിടെ നിന്നിട്ട് ഒന്ന് കാണാൻ സാധിച്ചുവെങ്കിലെന്ന് ഒരു അതിമോഹം എനിക്കങ്ങോട്ട് തോന്നുകയാണ്. അപ്പോൾ ഓരോരുത്തരും ഉദ്യോഗസ്ഥർ കയറുന്നു ഇറങ്ങുന്നു, ഞാനിങ്ങനെ അവരെ ദയനീയമായിട്ട് നോക്കും. അവരുടെ മനസ്സിലൊന്നും ഒട്ടും മുഖത്തൊരു ചാഞ്ചല്യമില്ല, അവർ ഗൗരവത്തിൽ തന്നെയാണ് അവർ പോവുകയാണ്. അപ്പോൾ എൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞ് തുളുമ്പാൻ തുടങ്ങി. അപ്പം അവിടെ അടുത്ത് നിന്ന് സെക്യൂരിറ്റി പറഞ്ഞു, ഇനി ഇവിടെ നിൽക്കരുത്, അതാണ്ട് അപ്പം ശ്രീലക ഇപ്പം അടയ്ക്കും, ക്ഷേത്രം ഇപ്പം അടയ്ക്കും, ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല. ഞാൻ നോക്കിയപ്പം അതായത് കൊടിമരത്തിൻ്റെ മുന്നിൽ ആരുമില്ല, ഞാനും 2-3 സെക്യൂരിറ്റിക്കാരും മാത്രമേ ഉള്ളൂ. ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല. ഒരു 3:30 ആകുമ്പോൾ ചേച്ചി എന്താ വിഷമിക്കേണ്ട, ഒരു 3:30 ആകുമ്പം വന്നോളൂ, അധികം ക്യൂ ഒന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് ദർശിക്കാമല്ലോ. എനിക്കിതൊന്നും ചെയ്യാൻ സാധിക്കില്ല, എൻ്റെ മനസ്സ് വായിച്ചിട്ടാകും ഒന്നും ചെയ്യാൻ സാധിക്കില്ല, ഞങ്ങളുടെ ജോലി പോകുന്ന കാര്യമാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു സാരമില്ല കുട്ടി എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്നു. ഞാൻ ആ മോൻ്റെ അടുത്ത് പറഞ്ഞു വിഷമിക്കേണ്ട, ഞാൻ അല്പസമയം ഇവിടെ നിന്നോട്ടെ, ഞാനിപ്പോൾ പൊയ്ക്കോളാം എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ നിന്നിട്ട് മനസ്സ് കണ്ടിങ്ങനെ വിചാരിച്ചു, ഉണ്ണിക്കണ്ണ എനിക്ക് ഈ ജന്മത്തിൽ ഈ VIP ഗേറ്റ് വഴി അകത്തങ്ങ് കടക്കാനുള്ള ഭാഗ്യം ഉണ്ടാവില്ലല്ലോ. എൻ്റെ ഉണ്ണി, നിന്നെ ഞാൻ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ, ഈ അമ്മയുടെ അതിമോഹം നീ പൊറുക്കണം. എനിക്കറിയാം ഉണ്ണി എത്ര സ്നേഹമാണെന്ന്, പക്ഷെ നിനക്ക് ചെയ്യാൻ പറ്റണതെല്ലാം ചെയ്യാൻ സാധിക്കുള്ളൂ എന്നിങ്ങനെ മനസ്സിൽ പറഞ്ഞു. ഉണ്ണി നീ വിഷമിക്കേണ്ട കേട്ടോ, അമ്മ പോയിട്ട് ശുദ്ധിയായിട്ട് വരാം, എന്നിട്ട് നമുക്ക് കാണാമല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞ് തുളുമ്പണുണ്ട്, എനിക്ക് പക്ഷേ ഉള്ളിൽ ഭയങ്കര സങ്കടമുണ്ട്. ഇതൊന്നും സാധിക്കില്ലല്ലോ, നമുക്ക് ഈ ജന്മത്തിൽ അതൊന്നും സാധിക്കില്ലല്ലോ, ഉണ്ണിക്ക് ചെയ്യുന്നതിനൊരു പരിധി ഇല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് പെട്ടെന്നാണ് ഞാനിങ്ങനെ ആലോചിച്ച്, ഈശ്വരാ എൻ്റെ സുഹൃത്തുക്കൾ പുറത്ത് നിൽക്കുകയാണ്, ഈശ്വരാ അവർ പരിഭ്രമിച്ചിട്ടുണ്ടാകും, എന്തായാലും ഇപ്പോൾ എന്തായാലും ഒരു 15-20 മിനിറ്റ് ആയിട്ടുണ്ടാകും എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, പെട്ടെന്ന് പുറത്തേക്ക് കടന്നു. അവർ തെല്ലൊന്ന് സംഭ്രമിച്ചിട്ടുണ്ടായിരുന്നു, പരിഭ്രമിച്ചു. എന്നാലും ഓക്കെ, അവരുടെ കാര്യമൊന്നും പറഞ്ഞില്ല, ഷീട്ടാക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ റൂമിലേക്ക് പോയി. പിന്നീട് ഫ്രഷായിട്ടൊക്കെ വന്നു. വൈകിട്ട് വന്നിട്ട് ഭഗവാനെ ദർശിക്കാൻ സാധിച്ചു. ഗീതയൊക്കെ വായിച്ചു, നാരായണിയൊക്കെ വായിച്ചു സമർപ്പിച്ചു. രാത്രിത്തെ ശിവേലിയൊക്കെ കണ്ടു തൊഴുതു. അങ്ങനെ പിറ്റേന്ന് ഞങ്ങൾ രാവിലെ നിർമ്മാല്യം തൊഴുകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നിർമ്മാല്യത്തിൻ്റെ ക്യൂവിലൊക്കെ നിന്നു. അപ്പോൾ ഞാനിങ്ങനെ വരാൻ നേരത്ത് വരുമ്പോൾ എൻ്റെ സുഹൃത്തുക്കളടുത്ത് ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഓരോ പ്രാവശ്യവും ഗുരുവായൂരമ്പലത്തിൽ വരുമ്പോൾ അതും തിരക്കുള്ള സമയത്താണ്, എല്ലാം വിശേഷ ദിവസങ്ങളിലാണ് വരണത്. എപ്പോഴും ഒന്നും വരാൻ കുറച്ചധികം ദൂരമുണ്ട് ഗുരുവായൂർ വരാനായിട്ടേ. അപ്പം ഫാമിലിയായിട്ടൊക്കെ വരുമ്പം അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും സമയം ശരിയാവണം. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാവർക്കും ജോലിയുണ്ട്, അപ്പോൾ തിരക്കും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കിയിട്ട് വേണ്ടി വരിക. അപ്പം വിശേഷ സമയത്ത് വരുമ്പോഴൊക്കെ ഭഗവാൻ ഉണ്ണിക്കണ്ണ് എന്തെങ്കിലുമൊക്കെ എനിക്ക് കരുതിയിട്ടുണ്ടാകും, ഇങ്ങനെ മനസ്സിൽ കൊണ്ടുപോകാനായിട്ട് ഒരനുഭവം തന്നിട്ടുണ്ടാകും എന്ന് പറഞ്ഞ്. ഇപ്രാവശ്യം ഉണ്ണി എന്താണാവോ തന്നിരിക്കുന്നതെന്ന് എനിക്കറിയില്ല എന്ന് കൂട്ടുകാരുടെ അടുത്തേക്ക് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നിർമ്മാല്യം ദർശിച്ചു.
അപ്പോൾ നിർമ്മാല്യമൊക്കെ നന്നായിട്ട് തൊഴുതു. അപ്പോൾ എനിക്ക് ആ നിർമ്മാല്യ ദർശന സമയത്ത് ഭയങ്കര തിരക്കാണല്ലോ. അതായത് ആ ഫ്ലൈ ഓവറിലൂടെ അല്ലല്ലോ കടത്തി വിടുന്നത്, ആ കൊടിമരത്തിൻ്റെ ആ ഇടത് ഭാഗത്ത് ഗേറ്റ് തുറന്നിട്ടല്ലേ ആ VIP കയറുന്നതെല്ലാം ഇടത് ഗേറ്റ് തുറന്നിട്ട് ഇങ്ങനെ എല്ലാവരും കൂടെ തിക്കി തിരക്കിയില്ലേ പോണത്. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ കൈ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തിക്കി തിരക്ക് കാരണം എനിക്ക് പേടിയായിട്ട് പോയി, എൻ്റെ കൈ എന്താവും. ഞാനിങ്ങനെ കൈ ഇങ്ങനെ ഉയർത്തി വെച്ചിട്ടാണ് ഉണ്ണിക്കണ്ണ കാത്തോളനെ എൻ്റെ എൻ്റെ കൈവേദന ഉണ്ടാവും എന്നിങ്ങനെ പറഞ്ഞ് അങ്ങനെ എന്തായാലും നന്നായിട്ട് തൊഴുതു, നിർമ്മാല്യമൊക്കെ തൊഴുതു. കുറച്ചധിക സമയം ആ നാലമ്പലത്തിനുള്ളിലിരുന്ന് കുറേ ദിവസം ചെയ്യുന്ന പ്രാർത്ഥനകളൊക്കെ ചെയ്തു. അങ്ങനെ നാലമ്പല ദർശനം കഴിഞ്ഞു. അങ്ങനെ ഭഗവാനെ ദർശിച്ചിട്ട് പുറത്ത് വന്നു. അപ്പോൾ ഇങ്ങനെ പുറത്ത് വന്നപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, കൂട്ടുകാരുടെ അടുത്ത് പറഞ്ഞു, അപ്പോൾ മമ്മിയൂർ പോകണം, പോയിട്ടില്ല. അപ്പോൾ പറഞ്ഞു നമുക്കിത് കഴിഞ്ഞിട്ട് മമ്മിയൂർ പോകാമെന്ന് കൂടെയുള്ളവർ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനേ അടിപ്രദർശനം വെച്ചിട്ട് വരാം, ഇന്നലെ വന്നിട്ട് സാധിച്ചില്ല, ഇപ്പോൾ രാവിലെ അത്ര തിരക്കില്ലല്ലോ കൊടിമരത്തിൻ്റെ മുന്നിൽ, ഒന്ന് അടിപ്രദർശനം വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിങ്ങനെ അടിപ്രദർശനം വെച്ചു. അടിപ്രദർശനം വെച്ച് വന്ന് അത് കംപ്ലീറ്റ് ആക്കിയിട്ട് ഇങ്ങനെ വന്ന് നമ്മൾ കൊടിമരത്തിൻ്റെ അടുത്ത് വന്ന്, അപ്പോൾ ആ കൊടിമരത്തിൻ്റെ ആ വലത് ഭാഗത്ത് വന്നിട്ടാണ് നമസ്കരിക്കുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് മുട്ടിനൊക്കെ ചെറിയ പ്രശ്നമൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. അപ്പം എനിക്കിങ്ങനെ ഞാൻ സാധാരണ നമസ്കരിക്കുമ്പോൾ എണീക്കാനായിട്ട് എവിടെയെങ്കിലും പിടിച്ചിട്ട് വേണം എനിക്ക് എണീക്കാൻ. അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ എപ്പോഴും നമസ്കരിക്കുമ്പോൾ അടുത്ത് എന്തെങ്കിലും പിടിച്ചെണീക്കാൻ സാഹചര്യമുള്ള ഭാഗത്ത് ഞാൻ നമസ്കരിക്കും. അപ്പം സാധാരണ കൊടിമരത്തിൻ്റെ വലത് ഭാഗത്തുള്ള ഒരു ഭാഗത്താണ് നമസ്കരിക്കുന്നത്. നോക്കിയപ്പോൾ അവിടെ നിറച്ച ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെ നമസ്കരിച്ചാൽ എനിക്ക് എണീക്കാൻ ബുദ്ധിമുട്ടാകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ഇന്നലെ നിന്ന് അതായത് നമ്മുടെ ആ പിന്നെ VIP കയറണ ആ ഒരു ഗേറ്റ് ഉണ്ടല്ലോ, തിരിച്ചിരിക്കുന്ന ആ കമ്പിയുടെ ഭാഗം, അതായത് അവിടെ ആ നെയ്ദീപമൊക്കെ നമ്മൾ തെളിച്ച് വെക്കത്തില്ലേ, പിന്നെ എന്താണ് മഞ്ചാടിയൊക്കെ വെച്ചിരിക്കുന്ന മഞ്ചാടി ചെപ്പിരിക്കുന്ന ആ ഭാഗം. അപ്പോൾ അവിടെ ഞാനിങ്ങനെ നമസ്കരിച്ചു. അപ്പോൾ ഇങ്ങനെ കുറച്ച് സമയം നമസ്കരിച്ചിട്ട് ഞാനിങ്ങനെ നിവരാനായിട്ട്, അപ്പോൾ നിവരുമ്പോൾ കൈ ഇങ്ങനെ പിടിച്ചിട്ട് കുറച്ച് പാടാണ്. ഒന്നാമത് വലത് കൈ പൊട്ടിയിട്ടുണ്ട്, വലത് കൈ കുത്താൻ പറ്റില്ല, ഇടത് കൈ കൊണ്ട് പിടിച്ച് മുട്ടുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണ് എണീക്കേണ്ടത്. അപ്പോൾ ഞാനിങ്ങനെ ഉയർന്നപ്പോൾ ഇന്നലെ നിന്ന ആ പയ്യൻ, ആ സെക്യൂരിറ്റി, ആ മോൻ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ എണീക്കുന്നത് ക്ഷമയോടെ നോക്കി നിൽക്കുകയാണ്. അപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ പുറകിൽ ആരോ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഈ ഗേറ്റ് തുറന്നിട്ട് വേണം അകത്തേക്ക് കടക്കാൻ. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ ആ കുട്ടിക്ക് എന്നെ അറിയാം, എനിക്കും ആ കുട്ടിയെ അറിയാം. ഞാനിങ്ങനെ എണീക്കുമ്പോൾ എൻ്റെ തൊട്ട് പുറകിൽ 2 പേര് നിൽക്കുന്നുണ്ട്. ഞാനിങ്ങനെ പെട്ടെന്ന് ആ എണീക്കണ വഴിക്ക് ഞാനിങ്ങനെ മുഖം ഇങ്ങനെ തിരിച്ചു നോക്കി. എന്താ കണ്ടത്? പൊന്നു ഗുരുവായൂരപ്പ, എൻ്റെ രാധാദേവിയാണോ, രാധാറാണിയമ്മയാണെന്ന് എനിക്ക് തോന്നുന്ന മാതിരി അത്രമാത്രം ആ ഒരു സൗന്ദര്യം, ആ പ്രഭയുള്ള ഒരു സുന്ദരിയായിട്ടുള്ള ഒരു യുവതി. എന്താ ഞാനീ കാണണത്? ഇത് രാധാദേവിയാണോ എന്നിങ്ങനെ വിചാരിച്ചിട്ട് ഞാനിങ്ങനെ അതിശയിച്ച് നോക്കുകയാണ്. ഹരേ കൃഷ്ണ. എൻ്റെ കണ്ണാ, ഭഗവാനെ, എന്താ ഞാനീ കാണണത്? എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരാനന്ദം ഉള്ളിൽ നിന്ന് ഇങ്ങനെ തിങ്ങി വരികയാണ്. ആ ഭട്ടതിരിപ്പാട് ആ നാരായണീയത്തിൽ പറഞ്ഞിരിക്കുന്ന ആ സാന്ദ്രാനന്ദം, ആ കട്ടുപിടിച്ചിട്ടുള്ള ആനന്ദം, ആനന്ദ സന്തോഷലക്ഷ്മി എന്ന് പറഞ്ഞതുപോലെ തിരതല്ലി വരികയാണ്. പറഞ്ഞറിയിക്കാനായിട്ടുള്ളൊരു ആനന്ദം, ആ ബ്രഹ്മാനന്ദം. ഞാനിങ്ങനെ അതിശയത്തോടു കൂടി ആ യുവതിയെ ഇങ്ങനെ നോക്കുകയാണ്. അല്ല, രാധാദേവി തന്നെ. അപ്പോൾ എന്നെ തന്നെ നോക്കിയിട്ട് ക്ഷമയോടുകൂടി നിൽക്കുകയാണ്. ഞാൻ യാന്ത്രികമായിട്ടുന്നതുപോലെ ഇങ്ങനെ കമ്പികളിൽ പിടിച്ചിങ്ങനെ നിവർന്നു. അപ്പോൾ എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കുകയാണ്.
എന്താണ് നിറയെ പ്രഭയുള്ളൊരു മുഖം. ആ ചിരിയിൽ ഞാനിങ്ങനെ മയങ്ങി നിൽക്കുകയാണ്. എന്നെ നോക്കി ഇങ്ങനെ ചിരിച്ചിട്ട് എന്നോട് എന്തോ പറയുകയാണ്. അപ്പം ഉള്ളിൻ്റെ ഉള്ളിലിരുന്ന് കേൾക്കണ മാതിരി കേൾക്കുകയാണ്, തൊഴാൻ വരണുണ്ടോയെന്ന്. ഞാനിങ്ങനെ ആ പരമാനന്ദത്തിൽ ആറാടി ഇങ്ങനെ ഭ്രമിച്ച് നിൽക്കുകയാണ്. ആ അവയാർ, ആ കരക്കിലമ്മയാർ തൻ്റെ മുരുകനെ തേടി ആ പഴമുതിർ ചോലയിലെത്തിയിട്ട് ആ മുരുകൻ, ആ ഭഗവാൻ ആ ദർശനം കൊടുക്കുന്നതിന് മുന്നേ അവയാരെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. ആ ചിരിയിലിങ്ങനെ മതിമറന്നിങ്ങനെ അവയാർ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മുരുക ഭഗവാൻ അവയാരോട് ചോദിക്കുന്നുണ്ട്, പാട്ടി ഉനക്ക് വിശക്കണുണ്ടോ, നിനക്ക് പഴം വേണമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആ അവയാർ ആ ബോധത്തിലേക്ക് വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, പഴമോ തരാന്നോ എന്നിങ്ങനെ പറയത്തില്ലേ, അതുമാതിരി ഞാനിങ്ങനെ പറയാണ്, തൊഴണമെന്നോ, എന്താണ് എനിക്കറിയില്ല എൻ്റെ കണ്ണാ ഗുരുവായൂരപ്പ. അപ്പം ഞാനിങ്ങനെ കാണുകയാണ് ആ യുവതിയുടെ പിറകിൽ ഒരു മകൻ, എൻ്റെ മോൻ്റെ പ്രായമുള്ള ഒരു മോൻ. അപ്പോൾ എൻ്റെ മുന്നിൽ ആ ഇന്നലെ കണ്ട ആ സെക്യൂരിറ്റി ആ മോൻ നിൽക്കുകയാണ്. ആ കുട്ടി ഗേറ്റിങ്ങനെ, ഞാൻ എണീറ്റപ്പോൾ ആ ഗേറ്റിങ്ങനെ തുറക്കുകയാണ്. ഗേറ്റ് തുറങ്ങുന്ന ആ യുവതി ഇങ്ങനെ കിടക്കുകയാണ്. എൻ്റെ മനസ്സിൽ ആ രൂപം അങ്ങോട്ട് പതിയാണ്. നിറയെ ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് ഒരു മെറൂൺ ബ്ലൗസും ആ സെറ്റ് സാരിയൊക്കെ എടുത്തിട്ട് അതിമനോഹരിയായിട്ട് നിറയെ മുല്ലപ്പൂവൊക്കെ ചൂടിയിട്ട് കണ്ടാലൊരു മലയാളിയാണെന്ന് തോന്നണതേയില്ല. അപ്പോൾ ആ യുവതി കിടക്കുകയാണ്, അതിൻ്റെ പുറകിൽ ആ മോൻ കിടക്കുകയാണ്. ആ യുവതി അകത്തേക്ക് പ്രവേശിച്ചിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് തിരിഞ്ഞ് നിൽക്കുകയാണ്. എനിക്ക് അതിശയം തോന്നുകയാണ്. അപ്പോൾ ഞാൻ ആ ഗേറ്റ് കിടക്കുകയാണ്. ഇന്നലെ ഉണ്ണിക്കണ്ണ എനിക്ക് ഗേറ്റ് കിടക്കാനുള്ള യോഗം ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ആ സങ്കടപ്പെട്ട ഗേറ്റ് ഞാനിങ്ങനെ കിടക്കുകയാണ്. എന്നെ കാത്ത് ആ യുവതി നിൽക്കുകയാണ്. എന്നിട്ട് കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നു, വരൂന്ന്. അപ്പോൾ ഞങ്ങൾ ആ ഗേറ്റ് കടന്നതും ആ വാതിലിൽ ആ അധിക ക്യൂവാണ്, അധികമായിട്ടുള്ള തിരക്കാണ്. രണ്ട് ഭാഗത്തൂടെ കടന്നു വരുന്ന ആ തിരക്കിലേക്ക് അങ്ങോട്ട് കടക്കുകയാണ്. അപ്പോൾ എനിക്ക് കൈക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എനിക്ക് അധികം തിരക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇതിനേക്കാളും മുന്നേ ആ യുവതി മോനും അങ്ങോട്ട് വാതിൽ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് പുറകിലായി. അപ്പോൾ നോക്കിയപ്പോൾ ഇടയ്ക്ക് എന്നെ തിരിഞ്ഞ് നോക്കേണ്ട, കൈ കൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിക്കുന്നുണ്ട് ആ തിരക്കിൽ. എന്താ നടക്കണമെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ എന്തോ ഒരു തള്ളിൽ ഞാൻ കൈ ഉയർത്തി പിടിച്ചിരിക്കുകയാണ്. ആ തള്ളിൽ ആ ഭട്ടതിരിപ്പാട് ആ നാരായണി രചിച്ചിരിക്കുന്ന ആ ഭാഗത്ത്, ആ വാതിലിൻ്റെ ഇടത് ഭാഗത്തേക്ക് ഞാനങ്ങ് തള്ളി അകത്തേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ എപ്പം വന്നാലും അവിടെ നമസ്കരിക്കും. അപ്പോൾ ഇങ്ങനെ നമസ്കരിച്ച്, മനസ്സുകൊണ്ട് നമസ്കരിച്ചിട്ട് ഞാൻ നോക്കുമ്പോൾ ആ യുവതി മുന്നിലെത്തിയിട്ടുണ്ട്. ആ നമസ്കാര മണ്ഡപത്തിൻ്റെ അടുത്തുനിന്ന് നമ്മൾ ദർശനം നൽകി തിരിച്ച് വിടുന്ന ഭാഗത്ത് ഞാൻ നോക്കിയപ്പോൾ ആ യുവതി മകനും അതിൻ്റെ വലത് ഭാഗത്തേക്ക്, സെക്യൂരിറ്റി നിൽക്കുന്ന ഭാഗത്തേക്ക് നിൽക്കുകയാണ്. ഞാൻ നോക്കുമ്പോൾ ഞാൻ കാണുകയാണ്, അവിടെ ആ ചങ്ങലയിലൂടെ അത് പൊക്കി അവർ രണ്ടുപേരും അകത്തേക്ക് കിടക്കുകയാണ്. ആ ശ്രീലകത്തിൻ്റെ ഭഗവാന്റെ മുന്നിലേക്ക് പോകുന്ന ഭാഗത്ത് കിടക്കുകയാണ്. അപ്പോൾ ആ യുവതി ഇങ്ങനെ ആംഗ്യം പറയുന്നു, ഒരാളുണ്ട് എന്ന്. അപ്പം ഞാൻ കുറച്ച് ദൂരമാണ്. ഞാൻ ആ ഭാഗം ഇങ്ങോട്ട് കടന്നു വരുന്നതേ ഉള്ളൂ. എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞാനിങ്ങനെ വരികയാണ് യാന്ത്രികമായിട്ടെന്നതുപോലെ വന്നിട്ട്. അപ്പോൾ ആ സെക്യൂരിറ്റിയുടെ അടുത്ത് നിന്ന് ആ ഒരു ലേഡിയാണ്, അവരിങ്ങനെ ചങ്ങല ഉയർത്തുകയാണ് എന്നെ അകത്തേക്ക് കടത്താനായിട്ട്. ഞാൻ കിടക്കുകയാണ്. എവിടെ? ഗുരുവായൂരമ്പലത്തിൽ പൊന്നുണ്ണിക്കണ്ണൻ്റെ ശ്രീലകത്തേക്ക്. അവിടെ ആരുമില്ല. ഇങ്ങനെ ആ യുവതി അറിയ വരൂ എന്നിങ്ങനെ ആംഗ്യം കാണിക്കുന്നു. ആദ്യം ആ മോൻ, ആ യുവതിയുടെ കൂടെ ഉണ്ടായിരുന്ന മോൻ ആദ്യം മുന്നേ ചെന്ന് ആ ശ്രീലകത്തിൻ്റെ മുന്നിൽ ആരുമില്ല, പിടിച്ചു മാറ്റാനായിട്ട് ആരുമില്ല. ആ
അതിൻ്റെ മുന്നിൽ ആ മോൻ എനിക്ക് തോന്നുന്നു ഒരു 5 മിനിറ്റോളം നിന്നിട്ടുണ്ടാകും. ആ കുട്ടി നിന്നു. അതങ്ങോട്ട് മാറി ആ യുവതി നിന്നു. അവരധികം സമയം നിന്നില്ല, ഒരു 2 മിനിറ്റോളം നിന്നിട്ടുണ്ടാവില്ല. എന്നിട്ട് പറഞ്ഞു വന്നോളൂ എന്ന് പറയും. ഞാനങ്ങനെ ഉണ്ണിക്കണ്ണൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് തനിയെ. ആരുമില്ല പിടിച്ച് മാറ്റാനായിട്ട്. എന്നും മനസ്സുകൊണ്ട് മാനസപൂജ ചെയ്യാറുണ്ട് അതിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കണത്. അപ്പോൾ ഞാൻ എൻ്റെ ഉണ്ണിയെയും രാധാറാണിയമ്മയെ മനസ്സിൽ സങ്കല്പിക്കുമ്പോൾ ആ സീനകത്ത് നിന്ന് ഇങ്ങനെ ഓടി വരുന്നതായിട്ട് ഞാൻ എന്നും മാനസപൂജ ചെയ്യാറുണ്ട്. അതിൻ്റെ മുന്നിൽ ഞാൻ നിൽക്കുകയാണ്. പക്ഷേ നമസ്കരിക്കാൻ സാധിക്കില്ലല്ലോ അവിടെ. എന്നും ഞാൻ മനസ്സുകൊണ്ട് നമസ്കരിക്കും. ഉണ്ണിയെയും രാധാദേവിയും നെഞ്ചോട് ചേർത്ത് പിടിക്കും. അപ്പം ഞാൻ അവിടെ നിന്നിങ്ങനെ ഉണ്ണിയെ കാണുകയാണ്. എൻ്റെ മനസ്സിലിട്ട് ആ രൂപം ഒന്നും വരണില്ല. എൻ്റെ ഉള്ളിലിരിക്കുന്ന രൂപമാണ് ഞാൻ കാണണത്. എത്ര സമയം ഞാൻ അവിടെ നിന്നു എന്ന് എനിക്കറിയില്ല. എൻ്റെ ഗുരുവായൂരപ്പ, നീ എനിക്ക് ഇത്രയ്ക്കും ഭാഗ്യം തന്നുവല്ലോ. ഭക്തരുടെ എന്ത് ആഗ്രഹവും സാധിച്ചു കൊടുക്കണില്ലേ എൻ്റെ ഉണ്ണിക്കണ്ണാ നീ. ഇന്നലെ ഈ അമ്മ ഈ നടയുടെ മുന്നിൽ നിന്ന് കരഞ്ഞു. ഇപ്പോൾ സന്തോഷാശ്രുക്കൾ കൊണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞിട്ട് എനിക്ക് നിന്നെ കാണാൻ കൂടി സാധിക്കണില്ലല്ലോ ഭഗവാനെ എന്ന് പറഞ്ഞ് ഞാൻ ആ തൊഴുകൈകളോടുകൂടി അവിടെ എത്ര സമയം നിന്നു എന്ന് എനിക്കറിയില്ല. എന്നെ പിടിച്ചു മാറ്റാൻ അവിടെ ആരുമില്ല. അങ്ങനെ നിന്ന് തൊഴുതു, മതിയാവോളം തൊഴുതു. ഉണ്ണിക്കണ്ണാ, ഇനി ഇങ്ങനെ നിനക്ക് മുമ്പിൽ നിൽക്കാൻ എനിക്ക് അവസരം ഉണ്ടാവില്ലല്ലോ. നീ എനിക്ക് ഇതിപ്പരം ഭാഗ്യം നീ എനിക്ക് തന്നത്. ഇനി എന്താ എനിക്ക് ഉണ്ടാകാനുള്ളത് എൻ്റെ പൊന്നുണ്ണി, എൻ്റെ രാധാദേവി എന്ന് ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ പ്രാർത്ഥിച്ച് സന്തോഷിച്ച് സന്തോഷാശ്രുക്കളോടുകൂടി മതിയായി എൻ്റെ പൊന്നുണ്ണി എന്ന് പറഞ്ഞ് ഞാനങ്ങോട്ട് കിടക്കുകയാണ്. അപ്പം അപ്പുറത്ത് നിന്നവർ ചോദിച്ചു, മതിയായോ? മതിയായി, എനിക്ക് മതിയായി എന്ന് പറഞ്ഞ് കണ്ണുകൾ നിറഞ്ഞിട്ട് എനിക്ക് ഒന്നും കാഴ്ച പോലും അങ്ങോട്ട് ശരിയാവണില്ല. ഞാനിങ്ങനെ വന്നപ്പോൾ ആ സപ്തമാതൃക്കളുടെ ആ ഭാഗത്ത് ആ രാധാദേവി ആ മോനുമായിട്ട് എന്നെ കാത്തു നിൽക്കുകയാണ്. എന്നെ കാത്തിങ്ങനെ നിൽക്കുന്നു. ഞാനിങ്ങനെ തൊഴുകൈകളോടുകൂടി അമ്മയുടെ മുന്നിലേക്ക് ചെന്നു. എനിക്കിങ്ങനെ കാലുകളിൽ തൊഴുതണമെന്ന് പോലും തോന്നിപ്പോയി. ഞാൻ തൊഴുതപ്പോൾ അവർ കൈകൊണ്ട് അരുതെന്ന് കാണിച്ചു, വീണ്ടും അത് കാണിച്ചു. എന്നിട്ട് എൻ്റെ അടുത്ത് എൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. എവിടുന്നാണ് വരുന്നത് ഒക്കെ ചോദിച്ചു. അവർ ഹൈദരാബാദിൽ നിന്നാണ് വരുന്നത്. ഇപ്പോൾ അങ്ങനെ എന്താ പറയണമെന്ന് എനിക്ക് പോലും പറയാൻ സാധിക്കണില്ല. അവരിപ്പോൾ പാലക്കാട് നിന്നാണ് വരുന്നത്. ഹൈദരാബാദാണ് സ്വദേശം. ഭജന ഇരിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇനിയും ഈ ഭജനയുടെ ഭാഗമായിട്ട് ഇനിയും ദർശനം ഉണ്ടാകും. വേണമെങ്കിൽ ഇനിയും ദർശിക്കാം, ഞാനിവിടെ ഉണ്ടാകും എന്ന് എൻ്റെ അടുത്ത് പറയുകയാണ്. അതിനായിട്ട് ഞാൻ കാത്തു നിന്നതാണ്. ഞാൻ എന്ത് ചെയ്യുകയാണ് ഒക്കെ ചോദിച്ചു. യാന്ത്രികമായിട്ടെന്നതുപോലെ എന്തൊക്കെയോ മറുപടി പറഞ്ഞു. അവർ വളരെ സന്തോഷത്തോടു കൂടി ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഇന്ന് പോവുകയാണ്, ഇന്നലെ വന്നതാണ് എന്ന് പറഞ്ഞു. ഇനിയും വന്നോളൂ, തൊഴാനുള്ള സാഹചര്യങ്ങൾ തരാം. കൂടെ ആരും ഇല്ലേന്ന് ചോദിച്ചു. എൻ്റെ കൂടെ ആളുണ്ട്, എല്ലാവരും പുറത്തുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. യാന്ത്രികമായിട്ടെന്നോണം ആ യുവതിയുടെ പുറകെ ഇങ്ങനെ നടന്നു. അങ്ങനെ ആ അപ്പോൾ തൊഴുകുന്നിടയ്ക്കൊക്കെ എന്നെ തിരിഞ്ഞ് നോക്കണുണ്ട്. പിന്നീട് ആ കൃഷ്ണന് രാധയായിട്ടുള്ള വിഗ്രഹമുള്ള ഭാഗത്ത് വന്നു ഞാൻ കുറച്ചധികം സമയം നിന്നു. പിന്നീട് ഞാൻ ആ യുവതിയെ കണ്ടില്ല. അങ്ങനെ ഞാൻ നിറകണ്ണുകളോടുകൂടിയാണ് ആ ശ്രീലങ്കത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ കരയുകയായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, രാധാദേവി തന്നെയാണ് എനിക്കിങ്ങനെ ഒരു ദർശനം സാധ്യമാക്കിയത് ഉണ്ണി. അപ്പോൾ ഇന്നത്തെ സംഭവമൊന്നും ഞാൻ ആരുടെടുത്തും പറഞ്ഞിട്ടില്ല. എൻ്റെ മനസ്സിൽ തന്നെയുള്ള എൻ്റെ സ്വകാര്യമായിട്ടുള്ള അനുഭവമാണ്.
എനിക്കൊരു ദർശനം തന്നു എന്ന് മാത്രം, എനിക്കിങ്ങനൊരു ദർശനം ഭഗവാൻ തന്നു എന്ന് മാത്രം പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ ആ രാധാദേവിയെ അവിടെയൊക്കെ തിരഞ്ഞു, പക്ഷേ കാണാൻ സാധിച്ചില്ല. എനിക്ക് മനസ്സിലിപ്പോഴും അത് രാധാറാണിയമ്മ തന്നെയാണ് എന്ന് വിശ്വസിക്കാനാണ് താല്പര്യം. അല്ലെങ്കിൽ ഭഗവാന്റെ ആ ലീല, ആ സ്ത്രീയിലൂടെ എൻ്റെ പൊന്നുണ്ണിക്കണ്ണൻ എൻ്റെ ആഗ്രഹം സാധിച്ചു വന്നു. ഇതിപ്പോൾ എന്ത് സന്തോഷമാണ് ഉണ്ടാകാൻ. അങ്ങനെ നിറഞ്ഞ മനസ്സോടെ ആണ് പൊന്നുണ്ണിയുടെ അടുത്ത് നിന്ന് തിരിച്ചു വരണത്. അങ്ങനെ വീട്ടിലെത്തിയതിന് ശേഷമാണ് ഉണ്ണിക്കണ്ണനോട് എത്ര നന്ദി പറഞ്ഞാലാണ് മതിയാകുന്നത്. അപ്പം ഭഗവാൻ പറഞ്ഞു, നിൻ്റെ ഈ അനുഭവത്തിലൂടെ ഈ കഥ പറഞ്ഞ് അഖിലം മധുരമല്ലേ. എൻ്റെ മധുരമെന്ന് പറയുന്നത് ആരാണ്? കണ്ണൻ്റെ മധുരമെന്ന് പറയുന്നത് രാധാദേവിയാണ്. പൊന്നു ഗുരുവായൂരപ്പൻ്റെ അഖിലാണ്ട് കൂടി ബ്രഹ്മാണ്ടനാഥനായിട്ടുള്ള ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ഹ്ലാദിനി ശക്തിയാണ് രാധ. ആ അമ്മയിലൂടെ ഞാൻ നിൻ്റെ ആഗ്രഹം സാധിച്ചു തരികയാണ്. ആ മധുരതരമായിട്ടുള്ളൊരനുഭവം തരികയാണ്. ഈ അനുഭവം പറഞ്ഞ് നിൻ്റെ ആഗ്രഹം സാധിക്കൂ എന്ന് ഇങ്ങനെ ഉണ്ണിക്കണ്ണനും രാധാദേവിയും ഉള്ളിലിരുന്ന് പറയുന്നത് പോലെ അനുഭവം ഉണ്ടായി. അത് ഈ ഭഗവാന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് അവരിലെത്തിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് പുണ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഈ കേൾക്കുന്നവർക്കെല്ലാം ആ പൊന്നുണ്ണിക്കണ്ണൻ്റെയും ആ രാധാദേവിയുടെയും നിറഞ്ഞ സ്നേഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവം ശ്രീ രാധേ കൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ.